രാവിലെ ചായകുടിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ഏട്ടന് സോപ്പിട്ടാണ്ട് വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോവാണ്. അപ്പം എന്താ അപ്പോൾ അവിടെ പോവാൻ സോപ്പിട്ടൊക്കെ പോകേണ്ട ആവശ്യം എന്താണെന്നല്ലേ, അവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണണം. പിന്നെ അതുപോലെ പ്ലാവുമ്മ ചക്ക ഉണ്ടായിട്ടുണ്ട്, ആദ്യമായിട്ടുണ്ടാവുകയാണ്. അപ്പോൾ ഏട്ടൻ എപ്പോഴും വന്ന് ഇങ്ങനെ പറയുമ്പോൾ കാണണം എന്ന് കരുതും. അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്ന ടൈം ആകുമ്പോൾ വരാനൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ നേരത്തെ ആകുമ്പോൾ വന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടി വന്നതാണ്. ഏട്ടൻ രാവിലെ അങ്ങാടിയൊക്കെ പോയി തിരിച്ച് വന്നപ്പോൾ നനച്ചിട്ടൊക്കെ പോന്നിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു പിന്നെ പോവാം, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. വേഗം ഞങ്ങൾ പോന്നു. എന്താ ഇപ്പോൾ പ്ലാവുമ്മ ചക്ക കാണാൻ ഇത്ര ഇത് എന്നല്ലേ. ആദുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് വീട്ടിൽ നിന്ന് അച്ഛൻ വന്നപ്പോൾ കൊടുന്നതാണ് പ്ലാവും മാവും. അപ്പം അതിവിടെ കുഴിച്ചിട്ടിട്ട് 2.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവുകയാണ്. ആ ഒരു കൗതുകമാണ്. അപ്പോൾ കുറച്ച് ചക്കകളൊക്കെ കുട്ടി ചക്കകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പ്ലാവ്. 2.5 വർഷമായപ്പോഴേക്ക് അത് കായ്ച്ചിട്ടുണ്ട്. അതാണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചക്കകളുണ്ട്. മാവിൻ്റെ അവസ്ഥ പിന്നെ പറയണ്ട കേട്ടോ. മാവിൻ്റെ തൈ ഇതേപോലെ കുറച്ച് പുറത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരു അബദ്ധം പറ്റിപ്പോയി. ഏട്ടൻ കാട് വെട്ടിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആ മാവിനെയും കൂടി അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. മെഷീൻ കൊണ്ടല്ലേ വെട്ടിയത്. അപ്പോൾ പറ്റ അടി പോലെ പോയി. ഇത് ഉണ്ടാവുമെന്ന് കരുതിയതല്ലേ, പക്ഷേ മാവിൻ്റെ ഒരു ധൈര്യം കൊണ്ടായിരിക്കും എന്തോ അത് മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ചെറുതാണ്, അത് കായ്ക്കാനൊന്നും ആയിട്ടില്ല. ഇനി അത് നന്നായി വരും എന്ന് കരുതുന്നു. പിന്നെ ഇതാ മുരിങ്ങേൻ്റെ നിൽക്കുന്ന അവസ്ഥ കണ്ടോ, 2 എണ്ണം വീട്ടിലേ ഉണ്ടാവില്ല. റബ്ബറിൻ്റെ നടുക്കാണ് വീടായതുകൊണ്ട് ഇല്ലായിട്ടാണ് ഇവിടെ കൊടുന്ന് വെച്ചത്. പക്ഷെ ഇവിടത്തെ അവസ്ഥ കണ്ടോ, ശോകമാണ്. ഇതാണ് മാവ്. ഇപ്പം കണ്ടോ റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പം ഇനി അത് ഉണ്ടാവട്ടെ. പിന്നെ ഞാവലിൻ്റെ 2 തൈകൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വാഴകളൊക്കെ ഉണ്ട്. പിന്നെ കടലാസ് പൂവിൻ്റെ കൊമ്പും വെച്ചിട്ടുണ്ട്. നിറയെ പൂവുണ്ട്. വെയിലുള്ളടത്ത് നല്ല പൂവുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ്. പക്ഷെ അതും അധികം പൂവുണ്ടായിട്ടില്ല. എന്തുകൊണ്ടോ എന്താ ഇവിടെ അധികം പാറയതുകൊണ്ടായ എന്തോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇവിടേക്ക് വണ്ടി കയറാത്തത് കൊണ്ട് വീട്ടിലുണ്ട് ഒരു വണ്ടി കൊടുന്ന് വെച്ചിട്ട്. ഇനി ഇങ്ങോട്ട് കയറാനാവുമ്പോഴാവും അത് ഇവിടെ നിന്ന് കൊണ്ടുള്ളൂ. രാവിലെ ചായക്ക് നൂൽപുട്ടായിരുന്നു കടി. അതൊക്കെ കഴിച്ചു. ലാസ്റ്റുള്ളത് അതിൽ തന്നെ വെച്ചാണ്ട് പോകുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് ലാസ്റ്റുള്ള മാവ് കൊണ്ട് അട ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെന്നേക്ക് അത് വേണമെന്ന് പറഞ്ഞ് അല്ലു അതൊക്കെ എടുത്ത് അവർ 2 പേരും കൂടിയും കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.